ലക്ഷദ്വീപ് MP ഹംദുള്ള സയ്യിദ് ഇപ്പോൾ സുപ്രഭാതത്തോടൊപ്പം ചേരുകയാണ്. സർ, സ്വാഗതം സർ. താങ്ക് യു. ആദ്യമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേരുകയാണ്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടൈമിൽ ഒരു വലിയൊരു ഗ്യാപ്പ് വന്നു MP സ്ഥാനത്തേക്ക് വരുന്നതിൽ. ആദ്യത്തെ തവണ MP ആയതിനു ശേഷം രണ്ടാം തവണത്തേക്ക് എത്തുമ്പോൾ ഈ ഒരു കാലയളവിൽ ലക്ഷദ്വീപിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങളെയൊക്കെ എത്രമാത്രമാണ് ഇപ്പോൾ ഉൾക്കൊള്ളുന്നത്? 2014 ഞാൻ MP സ്ഥാനം പാർലമെന്റിൽ നിന്ന് പോയത്. അതിനുശേഷം ഇപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ MP വീണ്ടും ആകുന്നത്. 2009 ഞാൻ പാർലമെന്റ് മെമ്പർ ആകുന്ന സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും ചെറുപ്പക്കാരനായ MP ആയിരുന്നു. 26 വയസ്സെന്ന് പറയുമ്പോൾ ഞാൻ പാർലമെന്റിലായിരുന്നു. ലോക്സഭയിൽ പ്രവേശിക്കണമെങ്കിൽ 25 വയസ്സ് വേണം. അപ്പോൾ ലക്ഷദ്വീപിലെ ജനങ്ങളെ മറ്റേ സ്നേഹവും വാത്സല്യവും അവർ എനിക്ക് തന്നതിൻ്റെ പേരിലാണ് അങ്ങനെ 26ാമത്തെ വയസ്സിൽ ഞാൻ 5 വർഷത്തേക്ക് MP ആയി. 2014 പാർലമെൻറ്റ് സ്ഥാനം വിടുന്ന സമയത്ത് ലക്ഷദ്വീപിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു വച്ചിട്ടാണ് മാറിയത്. അതിൽ ആദ്യമായിട്ട് ഈ നമ്മുടെ ഹെൽത്ത് സെക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹെൽത്ത് സെക്ടറിൽ ഒരുവിധം മേജർ ദ്വീപിൽ വലിയ ദ്വീപിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ഉള്ളതാണ്. ചെറിയ ദ്വീപിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററാണ്. PM സയ്യിദ് സാഹിബ് ആഭ്യന്തര സഹമന്ത്രി ആയ സമയത്താണ് അഗത്തി ദ്വീപ്, ഒരേ ഒരു എയർപോർട്ടേ ഉള്ളൂ ലക്ഷദ്വീപിൽ, അഗത്തി ദ്വീപിൽ. രാജീവ് ഗാന്ധിജിയുടെ കാലത്തിലാണ് എയർപോർട്ട് ഉണ്ടാക്കിയത്. അന്ന് സയ്യിദ് സാഹിബ് MP ആയിരുന്നു. അപ്പോൾ ഈ എയർപോർട്ട് അഗത്തിയിലുള്ളത് കൊണ്ടാണ് അഗത്തി ദ്വീപിൽ റെഫറൽ ഹോസ്പിറ്റലാക്കി മാറ്റിയത്. ഏത് ദ്വീപിൽ നിന്നും വല്ല സീരിയസ് രോഗിയുണ്ടെങ്കിൽ, അത്യാവശ്യം എമർജൻസി ഒരു ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ആ രോഗിയെ ഹെലികോപ്റ്റർ ചോപ്പറിൽ എയർലിഫ്റ്റ് ചെയ്തിട്ട് അകത്തി കൊണ്ടുവന്നിട്ട് അകത്തി അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും അതുപോലെ അതിനുള്ള സംവിധാനങ്ങൾ അവിടെ ചെയ്തതായിരുന്നു. അവിടെ പല സർജറിയോ ഓപ്പറേഷനോ വിജയിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ ഫ്ലൈറ്റ് വഴി കൊച്ചിയിലേക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ട് ലക്ഷദ്വീപിലെ പാവപ്പെട്ട സാധാരണക്കാർക്ക് മറ്റേ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് അവിടെ തന്നെ ചികിത്സ കൊടുക്കാനുള്ള ഒരു ഉദ്ദേശത്തിലും ലക്ഷ്യത്തിലുമാണ് ചെയ്തത്. ഇപ്പോൾ MP ആയ സമയത്ത് PPP മോഡലാണ് ഫസ്റ്റ് ലക്ഷദ്വീപിൻ്റെ ചരിത്രത്തിൽ നമ്മൾ രാജീവ് ഗാന്ധി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അകത്തി റെഫറൽ ഹോസ്പിറ്റലായി. അവിടെ മറ്റേ ഈ ലോവസ്റ്റ് ബിഡർ മാതാമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് അവരായിട്ട് ലക്ഷദ്വീപ് ഭരണകൂടം ഒരു ടൈപ്പ് ചെയ്തിട്ടാണ് എന്താ ചെയ്തത്, പാരാമെഡിക്കൽസും സ്പെഷ്യലിസ്റ്റും അവരെ പ്രൊവൈഡ് ചെയ്യും, ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിൽ മേജറായിട്ടുള്ള എല്ലാ സ്പെഷ്യലിസ്റ്റും ഉണ്ട്. ഗൈനക്കോളജിസ്റ്റ്, പീഡിയാട്രീഷ്യൻ, ഓർത്തോപെഡീഷ്യൻ, അനസ്തസിസ്റ്റ്, റേഡിയോളജിസ്റ്റ്, ഓഫ്തോൾമോളജിസ്റ്റ്, ENT, ഒരുവിധം എല്ലാം ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞ 10 വർഷത്തിൽ ഇല്ലാണ്ടായി. അതുകൊണ്ട് വലിയ പ്രയാസമാണ്. ഇത് ആരോഗ്യ മേഖല മാത്രം. ഇനി വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻ്ററായിട്ടുള്ള സയ്യിദ് സാഹിബ് ഊർജ്ജമന്ത്രിയായ സമയത്താണ് 3 സെൻറ്റർ ലക്ഷദ്വീപിൽ തുടങ്ങിയത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സ്. ഒന്ന് അന്ത്രോത്ത് ദ്വീപിൽ, ഒന്ന് കടമത്ത് ദ്വീപിൽ, ഒന്ന് കവരത്തി തലസ്ഥാന നഗരിയിൽ. അന്ത്രോത്തിൽ PM സയ്യിദ് സാഹിബിൻ്റെ പേര് തന്നെ വെച്ചതാണ്. കാരണം ഇത് കൊണ്ടുവരാൻ മുൻഗണന എടുത്തത് സയ്യിദ് സാഹിബ് എന്ന് പറഞ്ഞിട്ട് കേരള സർക്കാർ അന്ന് തീരുമാനം എടുത്തിട്ട് PM സയ്യിദ് സാഹിബിൻ്റെ പേര് വെച്ചു. ഇപ്പോൾ അതെടുത്ത് മാറ്റി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ വലിയ നല്ല കോഴ്സ് കൊടുക്കുമെന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഇതാക്കിയിട്ട് ഇപ്പോൾ അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. 3 വർഷം കുട്ടികൾ പഠിച്ചത് അവർക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല, ഇപ്പം അവർക്ക് എൻറോൾമെൻ്റ് ഇല്ല, അവർക്ക് കോഴ്സിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല, അവരെങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അവർക്കറിയില്ല. ഇതൊക്കെയാണ് വിഷയം. ഇത് ജസ്റ്റ് 2 കാര്യം മാത്രമാണ്, വിദ്യാഭ്യാസവും ആരോഗ്യത്തിൻ്റെ 2 കാര്യം മാത്രമാണ് പറഞ്ഞത്. 4000 ജില്ലാനെ വരെ പിരിച്ചുവിട്ടു. ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം അവിടുത്തെ പുതിയ ഒരു നിയമം. അതൊരിക്കലും താങ്കൾ തന്നെ പലപ്പോഴും രൂക്ഷമായിട്ട് സമരമുഖത്ത് സംസാരിക്കുന്നതൊക്കെ നമ്മളെല്ലാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു തീരുമാനത്തെ ലക്ഷദ്വീപ് ജനത ഏത് തരത്തിലാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്? ഏത് രീതിയിലായിരിക്കും അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത്? ലക്ഷദ്വീപിലെ ജനങ്ങൾ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 10 വർഷത്തിൽ 9 വർഷം ഞാൻ ഇപ്പോഴും ലക്ഷദ്വീപിലെ സംസ്ഥാന കോൺഗ്രസ് പ്രസിഡൻ്റാണ്. 2015 ജൂലൈയിൽ സംസ്ഥാന കോൺഗ്രസ് പ്രസിഡൻ്റാണ്. ഇപ്പോൾ ഇന്നും ഞാൻ കോൺഗ്രസ് പ്രസിഡൻ്റാണ്, സംസ്ഥാനത്തിന് PCC പ്രസിഡന്റ്. 9 വർഷം തികഞ്ഞു. ഈ 9 വർഷത്തിൽ നമ്മൾ ഒരുപാട് സമരങ്ങൾ, ഒരുപാട് പ്രതിഷേധങ്ങൾ സമാധാനപരമായിട്ട് ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ ചെയ്തത്. കാരണം ലക്ഷദ്വീപ് ഭരണകൂടം അന്യായവും അനീതിയും ലക്ഷദ്വീപിലെ ജനങ്ങൾക്കെതിരായിട്ട് ചെയ്യുമ്പോൾ അതിനെ ശക്തമായിട്ട് തന്നെ ഞങ്ങൾ നേരിടും.
അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ പാർലമെൻറ്റ് പ്രസംഗത്തിൽ ഫിനാൻസ് ബില്ല് സംസാരിക്കുമ്പോൾ ലക്ഷദ്വീപിനെ ബാധിക്കുന്ന ഓരോ മേഖലയെക്കുറിച്ചും ഞാൻ എടുത്ത് പറഞ്ഞത്. അതിൽ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, യുവാക്കൾക്ക് തൊഴിലില്ലാത്ത കാര്യം, മറ്റേ ഈ പറയപ്പെട്ട മറ്റേ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് രോഗികൾ ചെയ്യുന്ന കാര്യം, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ്, കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് പൂട്ടിയത്, അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് പൂട്ടിയത്. ഈ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ ഒരു തെറ്റായ തീരുമാനങ്ങൾക്കെതിരെയാണ് അവിടുത്തെ ജനത വലിയ പ്രക്ഷോഭത്തിന് മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു തീരുമാനങ്ങളുടെയൊക്കെ പിറകിൽ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള തീരുമാനമുണ്ടോ? BJP ഏതെങ്കിലും തരത്തിലുള്ള ഹിഡൻ അജണ്ടകൾ അവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതോ? പൊളിറ്റിക്കലി അങ്ങനെയൊക്കെ നമ്മൾ പ്രത്യക്ഷമായിട്ട് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയാണ് ലക്ഷദ്വീപ് ഭരണാധികാരി. ലക്ഷദ്വീപിലെ ഭരണാധികാരി 2014 വരെ ഒരു രാഷ്ട്രീയക്കാരനല്ല, വളരെ സീനിയറായിട്ടുള്ള IAS ഓഫീസറായിരുന്നു. ദമൻ ദ്യൂ, ദാദർ, നഗർ ഹവേലി, ലക്ഷദ്വീപ് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തിൽ ഒരു സംസ്ഥാനമല്ലാതെ കേന്ദ്രഭരണ പ്രദേശമാണ്. മുഖ്യമന്ത്രിയില്ല, അവിടെ മന്ത്രിയില്ല, MLA മാരില്ല. ഇതൊന്നും ഇല്ലാത്ത സ്ഥലത്തിൽ അഡ്മിനിസ്ട്രേറ്റർ പൊളിറ്റിക്കൽ അപ്പോയിൻ്റ് ആകുന്നത് ശരിയില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തിലാണ് കൊണ്ടുവന്നിട്ട് പൊളിറ്റിക്കൽ അപ്പോയിൻ്റ് ഇരുത്തുന്നത്. അതിൽ എൻ്റെ മുൻ പ്രതിയോഗി പാർലമെൻറ്റിൽ സംസാരിച്ച് ആവശ്യപ്പെട്ടതാണ് പൊളിറ്റിക്കൽ അപ്പോയിൻ്റ് അഡ്മിനിസ്ട്രേറ്റർ ലക്ഷദ്വീപിൽ വേണമെന്ന് പറഞ്ഞിട്ട്. 14 വരെ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻ്റ് അഡ്മിനിസ്ട്രേറ്റർ, 14 വരെ വളരെ സീനിയർ അഡീഷണൽ സെക്രട്ടറി ഓർ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റാങ്കിലുള്ള IAS ഓഫീസേഴ്സിനെ മാത്രമാണ് മറ്റേ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഇടുന്നത്. വളരെ സീസൺഡാണ് അവർ ബയസ്ഡ് അല്ല, നിഷ്പക്ഷത പാലിക്കുന്നവരാണ്. അവർക്ക് എതിരായിട്ട് ഏതെങ്കിലും കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പരാതി പറയാൻ മേലിൽ പ്ലാറ്റ്ഫോമുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ആരും കേൾക്കാനില്ല. രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ആരാണ് അപ്പോയിൻ്റ് ചെയ്ത് അവരെ സൂചിപ്പിച്ചാൽ മതിയല്ലോ. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഈ ദ്വീപിനെതിരെ ഒരുപാട് ഇപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ ദ്വീപിനെതിരെ ആക്ഷേപിക്കുന്നു. ശരിക്കും ദ്വീപിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്യുവറായിട്ടുള്ള അവിടുത്തെ വെള്ളം പോലെയുള്ള മനസ്സുള്ള മനുഷ്യരാണ് ദ്വീപുകാർ എന്ന് ഞങ്ങളൊക്കെ അഭിമാനത്തോടു കൂടി പറയാറുണ്ട്. ഈ ഒരു സൽപ്പേരിന് എത്രമാത്രമാണ് BJP അധികാരത്തിലെത്തിയതിനു ശേഷം കളങ്കം വരുത്താൻ ശ്രമിച്ചിട്ടുള്ളത്? ലക്ഷദ്വീപിൽ ആദ്യമായിട്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ലക്ഷദ്വീപ് ഇസ് എ ഡ്രൈ സ്റ്റേറ്റ്. അവിടെ ലിക്കർ പ്രൊഹിബിറ്റഡ് ആണ്. 1979 റെഗുലേഷൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ മദ്യം പാടില്ല. ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കുന്നുണ്ട്, അതെല്ലാ സ്ഥലത്തുമുണ്ട്. ലക്ഷദ്വീപിൽ നിന്നില്ല, ഓരോ ഇന്ത്യയിലെ സംസ്ഥാനത്തിലും ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗിക്കാത്തവർ ഉപയോഗിക്കുന്നുണ്ട്, അത് വരെ. പക്ഷേ അതിൻ്റെ പേരിൽ ബാറിൻ്റെ ലൈസൻസ് കൊടുക്കാനും അതിൻ്റെ പേരിൽ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യാനെന്ന് പറഞ്ഞാൽ ഇതിൽ നിരപരാധിയായിട്ടുള്ള ഈ ഡ്രിങ്ക്സ് ഉപയോഗിക്കാത്ത ഒരുപാട് ജനത ഉണ്ട്. ആ സംസ്കാരം തകർക്കാൻ അത് പാടില്ലല്ലോ. ഞാൻ അഡ്മിനിസ്ട്രേറ്ററായിട്ട് കണ്ടപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ബംഗാരത്തിൽ ആൾ താമസമില്ലാത്ത സ്ഥലത്തിൽ അത് ലിക്കർ പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾ പണ്ടേ ചെയ്യുന്നതാണ്, ചെയ്തോ. പക്ഷേ ആൾ താമസമുള്ള സ്ഥലത്ത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ എഫക്ട് ദി കൾച്ചർ. ജനങ്ങളുടെ സംസ്കാരവും ജനങ്ങളെ ജീവിതശൈലി എല്ലാത്തിനെയും ബാധിക്കും. അവർ പറയുന്നത് ലക്ഷദ്വീപിലെ ആൾക്കാർ ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞാൽ അവർ ഈ ആൾ താമസമില്ലാത്ത സ്ഥലത്ത് ഉപയോഗിക്കണം. അതിന് വേണ്ടി ഈ ലൈസൻസ് തുറന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ മോശമാക്കണമെന്നുണ്ടോ? ഗുജറാത്ത് ഡ്രൈ സ്റ്റേറ്റില്ലേ, ബട്ട് മാക്സിമം ബൂട്ട് ലെഗിങ് ഗുജറാത്തിലാണ് നടക്കുന്നത്. അതെ അതെ. എങ്ങനെയുണ്ടായിരുന്നു ഇലക്ഷൻ കാലം? ഇലക്ഷൻ നല്ല ടഫായിരുന്നു. കാരണം 9 വർഷം 10 വർഷം കഴിഞ്ഞിട്ട് തിരിച്ച് അധികാരം പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. 1. 2, കേന്ദ്രത്തിൽ നിന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അഡ്മിനിസ്ട്രേഷൻ ഈ പറയപ്പെട്ട ഭരണാധികാരി പൊളിറ്റിക്കൽ അപ്പോയിൻ്റ് ആയതുകൊണ്ട് അവർ നേരിട്ട് കേന്ദ്രമാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കോൺഗ്രസ് മുക്ത ഭാരത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ് 9 വർഷമായിട്ട്. അപ്പോൾ ഓരോ കാര്യത്തിലും നമുക്ക് പ്രയാസമായിരുന്നു. ഈവൻ ഇലക്ഷൻ പ്രചരണത്തിന് പോലും നമുക്ക് കപ്പലില്ല, നമ്മൾ ഫിഷിംഗ് ബോട്ടിലാണ് യാത്ര ചെയ്തത്. പറയാൻ ബോധപൂർവമായിരുന്നു അത് ഏത് ഇതിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കാരണം ലെവൽ പ്ലേയിങ് ഫീൽഡ് തരണ്ടേ, എനിക്ക് മാത്രം എന്താണ് തരാത്തത്? മറ്റുള്ള ആൾക്കാർ കൊടുക്കുമ്പോൾ എനിക്ക് തരണ്ടേ? ഞാനും ഒരു മറ്റേ പൗരനാണ്, ഞാനും ഒരു സ്ഥാനാർത്ഥിയാണ്. ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാകണമല്ലോ. വിവേചനം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. ഞങ്ങൾ അഡ്മിനിസ്ട്രേഷനെ ഒരു കാര്യത്തിനും സമീപിച്ചില്ല. കാരണം നമുക്കൊരു ന്യായമില്ല, നീതിയില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ മറ്റേ ബോട്ടിലാണ് യാത്ര ചെയ്തത്. നമ്മളെ കൂടെ കേരളത്തിൽ നിന്ന്
1-2 നേതാക്കന്മാർ അവർ ശരിക്കും സഫർ ചെയ്തു. അവർ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ രാഷ്ട്രീയം എങ്ങനെ നിങ്ങളിങ്ങനെ പിടിച്ചേക്കുന്നത്? അത് ഞാൻ പറഞ്ഞ നമ്മളുടെ ഡിറ്റർമിനേഷനാണ്, ദൃഢനിശ്ചയമാണ്, വിൽ പവറാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതാക്കുന്നതാണ്. ഈ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായിട്ട് ലക്ഷദ്വീപിലുള്ള ജനത താങ്കളുടെ നേതൃത്വത്തിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായി. എന്തുറപ്പാണ് അദ്ദേഹം നൽകിയത്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ലക്ഷദ്വീപുകാർക്ക് കോൺഗ്രസ് പാർട്ടിയതും രാഹുൽ ഗാന്ധിയതും പരിപൂർണമായിട്ടുള്ള പിന്തുണയും പിന്നെ സപ്പോർട്ടും മറ്റേ ഇതുണ്ടാവും, കോപ്പറേഷനും ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ വീട്ടിൽ പോയിട്ട് വി ഹാഡ് എ എക്സ്റ്റെൻസീവ് മീറ്റിംഗ് വിത്ത് അവർ ലീഡർ രാഹുൽ ഗാന്ധിജി. അദ്ദേഹം ലക്ഷദ്വീപിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ലക്ഷദ്വീപ് സന്ദർശിക്കാൻ വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിനോട് എല്ലാ വിഷയങ്ങളും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അബ്ദുള്ള റേസ് ചെയ്യണം പാർലമെൻറ്റിൽ ലക്ഷദ്വീപിൻ്റെ വിഷയം, ഞങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിനുള്ള എല്ലാ രീതിക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അവസാനമായിട്ട്, ഒരു സമയമില്ലാത്തൊരു സമയമാണ്, സംസ്ഥയുമായിട്ടുള്ളൊരു ബന്ധം താങ്കളുടെ പിതാവിൻ്റെ കാലം മുതൽ അത് വളരെ അഗാധമായൊരു ബന്ധമാണ്. എങ്ങനെ അതൊന്ന് ഓർത്തെടുക്കുന്നത്? അത് ലെഗസിയാണ്. ഈ കെ ഉസ്താദിൻ്റെ കൂടെ ഉള്ള സയ്യിദ് സാഹിബിലെ ബന്ധം, പിന്നെ മറ്റേ ഷിഹാബ് തങ്ങൾ സാഹിബായിട്ടുള്ള ബന്ധം, പിന്നെ ഇപ്പോൾ ഹമീദ് അലി ഷിഹാബ് തങ്ങളായിട്ടുള്ള ബന്ധം, പിന്നെ അത് മൊത്തം അതേ രീതിക്കാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഞാനിപ്പോൾ MP ഇല്ലാത്ത സമയത്തും ഇവിടെ എപ്പോഴും വന്നുകൊണ്ടിരുന്നതാണ്, MP ഉള്ള സമയത്തും വന്നതാണ്. ഇപ്പോൾ വീണ്ടും MP ആയപ്പോൾ വീണ്ടും വന്നു. അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ആ രീതിക്കുള്ളൊരു ബന്ധമാണത്. എന്തായിരുന്നാലും ഇത് വളരെ പെട്ടെന്നുണ്ടായ ഒരു ചെറിയൊരു സംസാരമാണ്. നമുക്ക് വീണ്ടും വളരെ വിശദമായിട്ട് ദ്വീപും അവിടുത്തെ സംസ്കാരവും അതോടൊപ്പം തന്നെ അവിടുത്തെ രാഷ്ട്രീയവും അങ്ങനെ തുടങ്ങിയ ഒരു സമഗ്രമായിട്ടുള്ളൊരു കവറേജ് മറ്റൊരവസരത്തിൽ സുപ്രഭാതം ഓൺലൈൻ MP തന്നെ യാത്ര ചെയ്ത് ഒരിക്കലൊരു ഹെറിറ്റേജ് വാക്ക് പോലെ നമ്മൾ സംസാരിക്കും, സംവദിക്കും. അതിനായി കാത്തിരിക്കുക. ഇപ്പോൾ തൽക്കാലം നമ്മൾ MP മറ്റൊരു പ്രോഗ്രാമിലേക്ക് യാത്രയാക്കുകയാണ്. ഈ ഒരു സ്വീകരണ ചടങ്ങിനിടെ, അഥവാ MP ആയി ഉടനെ അദ്ദേഹം ആദ്യമായിട്ട് കോഴിക്കോട് എത്തിയപ്പോൾ സംസ്ഥയുടെ സുപ്രഭാതത്തിൻ്റെ കാര്യാലയത്തിൽ വന്നാണ് ഈ ഒരു സംസാരമുള്ളത്. വളരെ തിരക്ക് പിടിച്ച സമയമായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ സംസാരം ഇവിടെ തൽക്കാലം പൂർത്തിയാക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു അവസരത്തിൽ നമുക്ക് ഒന്നിച്ച് വീണ്ടും കാണാം. Thank you. Waytonikah.com, the exclusive Muslim matrimonial site.